ഹലോ. അപ്പോൾ 2024 റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടി കേരളം സമർപ്പിച്ച ടാബ്ലോ അഥവാ ഫ്ലോട്ടിൻ്റെ ഡിസൈനും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ടാബ്ലോയുടെ ഡിസൈൻ റിജക്റ്റ് ചെയ്യുന്ന കേരളത്തിനെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പ് 2019, 20, 22 എല്ലാം നമ്മളുടെ ഡിസൈൻ കേന്ദ്രം റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 നമ്മൾ വൈക്കം സത്യാഗ്രഹം പ്രപ്പോസ് ചെയ്തപ്പോൾ കേന്ദ്രം പറഞ്ഞു ഇത് പറ്റില്ല, അങ്ങനെ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു, ആ ഡിസൈൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. 2020 നമ്മൾ കേരളത്തിൻ്റെ കലകളെയും വാസ്തുശില്പകലയെയും ഒക്കെ ഡിപിക്റ്റ് ചെയ്യുന്നൊരു ഫ്ലോട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അതിൽ മോഹിനിയാട്ടം, കൂത്തമ്പലം, തെയ്യം, കഥകളിയൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്രം പറഞ്ഞു ഇതും പറ്റില്ല, നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ. 2022 കേന്ദ്രം പറഞ്ഞു നിങ്ങൾ ആദി ശങ്കരാചാര്യയുടെ ഒരു ഫ്ലോട്ട് കൊണ്ടുവരാൻ. കേരളം പറഞ്ഞു അത് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫ്ലോട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുവും ജഡായുപ്പാറയൊക്കെ ഉള്ള ഒരു ഫ്ലോട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്, ആ ഡിസൈനാണ് സബ്മിറ്റ് ചെയ്തത്. അന്നും കേന്ദ്രം അത് റിജക്റ്റ് ചെയ്തു. ഇതിനെല്ലാം അറുതി വന്നത് 2023 2023 നമ്മളുടെ ഫ്ലോട്ട് കേന്ദ്രം അക്സെപ്റ്റ് ചെയ്തു. നാരീശക്തി ബേസ് ചെയ്തിട്ടുള്ള ഫ്ലോട്ടായിരുന്നു. അതിൽ 96-ാം വയസ്സിൽ നാഷണൽ ലിറ്ററസി എക്സാം പാസ്സായ കാർത്യായനി അമ്മയായിരുന്നു അതിൻ്റെ കേന്ദ്ര കഥാപാത്രം. നാഞ്ചിയമ്മയും ആ ഫ്ലോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത്തവണത്തെ ഫ്ലോട്ട് 2023 ഫ്ലോട്ടാണ്. 3 വർഷത്തെ റിജക്ഷൻസിന് ശേഷം കേരളത്തിൻ്റെതായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ഫ്ലോട്ട്. ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു സമിതിയാണ് ഈ ഫ്ലോട്ട് എല്ലാം സെലക്ട് ചെയ്യുന്നത്. 2 റൗണ്ട്സ് ആണ് ഈ സെലക്ഷന് വേണ്ടി ഉള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ ഫ്ലോട്ടിൻ്റെ ഡിസൈൻ കണ്ടിട്ട് അതിനെ സംബന്ധിച്ച മോഡിഫിക്കേഷൻസും ഇംപ്രൂവ്മെൻറ്റ്സും പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് റൗണ്ടിലാണ് ഫൈനൽ ഫ്ലോട്ടിൻ്റെ ഡിസൈൻ ബേസ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. 20, 22, 19 ഒക്കെ കേരളത്തിൻ്റെ കണ്ടിട്ട് കേന്ദ്രം ഡിഫൻസ് മിനിസ്ട്രിയുടെ പാനൽ പറഞ്ഞു ഇത് പറ്റത്തില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇത്തവണയും നമ്മൾ 1, 2 അല്ല 10 ഡിസൈൻസ് ആണ് സബ്മിറ്റ് ചെയ്തത്. 10 എടുത്തവർ ചവറ്റുകുട്ടയിൽ കളഞ്ഞു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു അവലോകനമാണ്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടായിരിക്കാം ഇത്തവണ നമ്മളുടെ ഫ്ലോട്ട് ഡിസൈൻ റിജക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഞാനൊന്ന് പരിശോധിക്കുന്നത്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം എന്ന പോലെയാണ് കാര്യങ്ങൾ. കേന്ദ്രം പറയുന്നത് കേരളത്തിനും, കേരളം പറയുന്നത് കേന്ദ്രത്തിനും പിടുത്തമില്ല. ഇതിനെല്ലാം ഇടയിൽ കിടന്ന് ആര് പറയുന്നതാണ് ശരി, ആരാണ് തെറ്റ് എന്നറിയാതെ മേൽപോട്ട് നോക്കി ഊർജ്ജശ്വാസം വലിക്കുകയാണ് സാധാരണക്കാർ. ഈ 10 ഡിസൈൻസ്, ഫ്ലോട്ടിനുള്ള 10 ഡിസൈൻസും എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്? മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ. ഇവിടെ ഗോഡ് ആരാണ് എന്നതാണ് തർക്കം. ഗോദി മീഡിയ പറയുന്നത് അതിശക്തനായ കേന്ദ്രത്തിലിരിക്കുന്ന മോദിയാണ് ദൈവമെന്നാണ്. ഇവിടെ പിൺറാൻ മൂളുന്ന മീഡിയ പറയുന്നത് ചുവന്ന പട്ടുടുത്ത അധികാരിയാണ് യഥാർത്ഥ ദൈവം എന്നാണ്. ആരായാലും കുടുങ്ങിക്കിടക്കുന്നത് നമ്മളാണ്, നമ്മൾ സാധാരണക്കാരാണ്. കേന്ദ്രം ഇത്തവണത്തെ ടാബ്ലോ അഥവാ ഫ്ലോട്ടിന് കൊടുത്തിരുന്ന പ്രമേയം ഡെവലപ്ഡ് ഭാരത്, മദർ ഓഫ് ഡെമോക്രസി എന്നിവയായിരുന്നു. അതായത് വികസിത ഭാരതം, ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നിവയായിരുന്നു കേന്ദ്രം കൊടുത്തിരുന്ന പ്രമേയം. കേരളം സബ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ഡിസൈൻസ് ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു. പിന്നൊന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കേന്ദ്രം ഉദ്ദേശിച്ചത് മോദിയുടെ ഭരണത്തിന് കീഴിൽ വികസിച്ച ഭാരതത്തെ ഡിപിക്റ്റ് ചെയ്യുന്ന ഫ്ലോട്ട് കൊണ്ടുവരാനാണ്. അതല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ജനങ്ങളുടെ ഇച്ഛയോടെ പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ കാട്ടുന്ന അല്ലെങ്കിൽ ഭരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോട്ട് കൊണ്ടുവരാനാണ്. കേരളം നൽകിയതാകട്ടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു എന്നും വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന ഫ്ലോട്ട് ആവാനാണ് സാധ്യത. ഇതിൻ്റെ ഊഹം മാത്രമാണ്, ഞാൻ ഡിസൈൻ കണ്ടിട്ടില്ല. എങ്കിലും ഭരണഘടനയെ സംബന്ധിച്ച ഫ്ലോട്ടാണ് കേരളം സബ്മിറ്റ് ചെയ്തത് എന്ന് ന്യൂസ് പേപ്പറിൽ വായിച്ചതിൽ നിന്നുള്ള ഒരു അസംഷനാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ഫ്ലോട്ട് റിജക്റ്റ് ചെയ്തെങ്കിലും ചെങ്കോട്ടയിൽ ഈ മാസം നടക്കുന്ന ഭാരത് പർവ് എന്ന പരിപാടിയിൽ വേണമെങ്കിൽ കേരളത്തിൻ്റെ ടാബ്ലോ പ്രദർശിപ്പിച്ചോളൂ എന്നൊരു ഔദാര്യം കൂടെ കേന്ദ്രം തന്നിട്ടുണ്ട്. കേന്ദ്രം മുന്നോട്ട് നീട്ടിയ ഈ ഔദാര്യം കേരളം സ്വീകരിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ എന്നതായിരിക്കും കേരളം പറയാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നാഷണൽ മീഡിയയുടെ അറ്റൻഷനിൽ കൊണ്ടുവരാനുള്ള കേരളത്തിൻ്റെ ശ്രമമായിരിക്കും
ഭാരത് പർവിൽ നമ്മളുടെ ടാബ്ലോ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. പവർ കറപ്റ്റ്സ് പീപ്പിൾ ആൻഡ് ദ ഫിയർ ഓഫ് ലോസ് ഓഫ് പവർ കറപ്റ്റ്സ് മോർ. അധികാരം ആൾക്കാരെ ദുഷിപ്പിക്കുന്നു. അധികാര നഷ്ടമെന്ന ഭയം അതിലേറെ ദുഷിപ്പിക്കുന്നു. താങ്ക് യു.